الحمد لله العليم الحليم يضاعف الحسنات ويعفو عن كثير من السيئات ولا يؤاخذ العباد إلا بما كسبوا نحمده على وافر نعمه ونشكره على جزيل عطاياه وأشهد أن لا إله إلا الله وحده لا شريك له يعطي ويمنع ويرفع ويضع وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة وبلغ البلاغ المبين صلى الله وسلم وبارك عليه وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم وقفوهم إنهم مسؤولون ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളായി ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൗതിക ലോകത്ത് പല തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ വിധേയരാകാറുണ്ട്. ചോദ്യങ്ങൾക്ക് വിധേയമാകുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ഇന്ന രൂപത്തിലൊക്കെ ചോദിക്കും, നീ മറുപടി പറയേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ ചിലപ്പോൾ വക്കീൽ നമുക്ക് പഠിപ്പിച്ചു തരും. ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷ എളുപ്പമാകുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷം മുമ്പുള്ള ചോദ്യ പേപ്പറുകൾ സമാഹരിച്ച് ആ ചോദ്യങ്ങളുടെ രീതികളും മറ്റുമൊക്കെ അവൻ കണ്ടെത്താൻ ശ്രമിക്കുകയും അങ്ങനെ തൻ്റെ പരീക്ഷ എളുപ്പമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ലോകത്തുള്ള നമ്മുടെ വിജയത്തിനും നമ്മൾ എന്തൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണോ അത്തരം മേഖലകളുമായി ബന്ധപ്പെടുന്നത് അതിലെല്ലാം നമുക്ക് നന്മ ലഭിക്കാനും വേണ്ടിയാണ് ഈ മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുള്ളത്. സഹോദരന്മാരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതി, അതിലെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ആ കോടതിയിൽ നമ്മോട് ചില ചോദ്യങ്ങളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. ആ ചോദ്യങ്ങൾ നമ്മൾ അറിയണം, അത് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിനു വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ ഇഹലോകത്ത് നടത്തുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഇന്നത് ചോദിക്കും. അവിടുത്തെ പരീക്ഷ എളുപ്പമാണ്. ഈ ലോകത്ത് കുറച്ച് നമ്മൾ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ജീവിക്കണമെന്ന് മാത്രം. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിതം നയിച്ചാൽ പരീക്ഷ എളുപ്പമാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും സാധിക്കും.
അതല്ല നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ജീവിതമാണെങ്കിലോ അവിടെ ഒരിക്കലും രക്ഷപ്പെടാനും കഴിയില്ല, അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് ഞാൻ ഇന്നത് ചോദിക്കുമെന്നുള്ള ചോദ്യം ആദ്യം തന്നെ പറഞ്ഞു തന്നത്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനയെക്കുറിച്ചാണ്. ഒന്നാമത്തെ ചോദ്യം വിശ്വാസ മേഖലയിൽ മനുഷ്യരോട് അല്ലാഹു തആല ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം അവന്റെ ആരാധനയെക്കുറിച്ചാണ്, തൗഹീദിനെ കുറിച്ചാണ്. ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ അല്ലാഹു തആല വെള്ളം തന്നു, അവൻ ആവശ്യമായ എല്ലാം ഒരുക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കും നിങ്ങൾ ആരും റിസ്ക്കൊന്നും തരണ്ട, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എൻ്റെ ആവശ്യം അതാണ്. അതിലൊരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. ആരാധന എന്ന് നമ്മൾ പറയുന്ന പ്രാർത്ഥന ആരാധനയാണ്, നേർച്ച ആരാധനയാണ്, സത്യം ചെയ്യൽ ആരാധനയാണ്, ഭരമേൽപ്പിക്കൽ തവക്കുലാക്കൽ അത് ആരാധനയാണ്. ഇങ്ങനെ ആരാധനയുടെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം എന്നോട് മാത്രമായിരിക്കണം. ഇത് റബ്ബ് പഠിപ്പിച്ച കാര്യമാണ്. ഇനി നീ പരലോകത്ത് വന്നാലോ എന്റെ ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ശുഅറയിലെ 90 മുതൽ 93 വരെയുള്ള ആയത്തുകൾ. മൗസിലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്വർഗം അടുപ്പിക്കപ്പെടും. വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, പാപം ചെയ്ത് തെറ്റ് ചെയ്ത ആളുകൾക്ക് നരകവും അടുത്തു കൊണ്ടുവരപ്പെടും, ഹാജരാക്കപ്പെടും. വഖീല ലഹും, അവരോട് ചോദിക്കും. നരകത്തിലേക്ക് പോകുന്ന ആളുകളോട് റബ്ബിന് ചോദ്യമാണ്. അവർക്ക് ആ നരകത്തിലേക്കുള്ള ആളുകളോട് റബ്ബിന് ചോദ്യമാണ്, ഐനമാ കുൻതും തഅബുദൂൻ, എവിടെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നവർ? അതാണ് വിശ്വാസ മേഖലയിൽ ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ ആരാധിച്ചിരുന്നവർ എവിടെ? മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ. ഹൽ യൻസുറൂനകും, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമാണോ? ഔ യൻതസിറൂൻ, അല്ല അവർക്ക് സ്വയം തന്നെ വല്ല സഹായവും നേടാൻ സാധ്യമാണോ? ഈ ചോദ്യത്തിന് അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന് പുറമെ ആരാധനയുടെ ഏതെങ്കിലും വശങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് നേർച്ച നേരുകയാണ് ശൈഖിന്റെ പേരിൽ, സുജൂദ് ചെയ്യുകയാണ് ഖബറിന്റെ മുമ്പിൽ, അല്ലേ? പല സംഗതികളും ലോകത്ത് നടക്കുന്നുണ്ട്, ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. അതെല്ലാം ആരാധനകളാണ്. നേർച്ച ആരാധനയാണ്, സുജൂദ് ആരാധനയാണ്, റുക്കൂ ആരാധനയാണ്, സത്യം ചെയ്യൽ ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പാടില്ല. അപ്പൊ റബ്ബ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സഹായങ്ങളും ഉപകാരവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ പോയി സുജൂദ് ചെയ്തത്, ഇവിടെ തവക്കുലാക്കിയത്, ഇവിടെ നിങ്ങൾ നേർച്ചയാക്കിയത്, ഇവിടെ ഇന്നത് ചെയ്തത്. അവരാരെങ്കിലും നിങ്ങൾ സഹായിക്കാനുണ്ടോ? തൗഹീദാണ് ഒന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നമ്മൾ ആദ്യം നന്നാക്കണം. നമ്മളൊക്കെ വിശ്വാസത്തിൽ പഴച്ചവരാണ് എന്ന് പറയല്ല, പക്ഷെ തൗഹീദ് തെറ്റിപ്പോകരുത്. കാരണം ഇവിടെ ഈ ചോദ്യത്തിൽ പരാജയപ്പെട്ടാൽ ഇനി അടുത്ത ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ ചോദ്യത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് നരകമാണുള്ളത്. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽളാലിമീന മിൻ അൻസ്വാർ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ച കാര്യമാണ്. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, ആ ശിർക്ക് എന്താ? ഈ പറഞ്ഞ തൗഹീദിന് നേരെ എതിര്. ശിർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലാഹ് ഉണ്ടെന്ന് പറയലല്ല, അള്ളാഹിനെ പോലത്തെ വേറെ അല്ലാഹ് ഉണ്ടെന്ന് പറയലല്ല, അള്ളാഹിനെ പോലെ വേറെ സൃഷ്ടാവുണ്ടെന്ന് പറയലല്ല, അതും ശിർക്ക് തന്നെയാണ്. പക്ഷേ അള്ളാഹുവിലേക്ക് മാത്രം പോകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ശിർക്കിന്റെ മേഖലകൾ വന്നുകൂടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ പല ന്യായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഔലിയാക്കന്മാരാ, അവർ റബ്ബിനോട് പറഞ്ഞ് നമുക്ക് ശരിയാക്കി തരും. അതുകൊണ്ട് നമ്മൾ ഔലിയാക്കന്മാരെ വിളിച്ചാൽ മതി, നമ്മൾ അവരുടെ പേരിൽ നേർച്ച നേർന്നാൽ മതി, നമ്മൾ അവരുടെ പേരിലുള്ള മാലകളും മൗലിദുകളും ഒക്കെ ഓതിയാൽ മതി. അവർ മഹാത്മാക്കളാണ്, റബ്ബിലേക്ക് അടുത്തവരാണ്, ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പരലോകത്ത് റബ്ബ് പറയാണ്, വയൗമ യുനാദീഹിം, അവരെ പരലോകത്ത് വെച്ചുകൊണ്ട് വിളിക്കും. ഫയഖൂലു, അല്ലാഹ് ചോദിക്കും, അയ്ന ശുറകാഇ, എവിടെയാ എന്റെ പങ്കാളികൾ? അല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ വാദിച്ചിരുന്നല്ലോ, പല ന്യായവും പറഞ്ഞിട്ട്, പല പേരും പറഞ്ഞിട്ട്, പലരിലേക്കും ആരാധനകളും പ്രാർത്ഥനകളും പോയിരുന്നല്ലോ, എവിടെയാണ് ആ പങ്കാളികൾ? സൂറത്തുൽ ഖസസിലെ 62-ാമത്തെ ആയത്തിലെ ചോദ്യമാണ്. സൂറത്തുൽ ഖസസ് 64-ാമത്തെ ആയത്ത്, വഖീല, അന്ന് പറയപ്പെടും, ഉദ്ഉ, നിങ്ങൾ വിളിക്കൂ, ശുറകാഅക്കും, നിങ്ങളുടെ പങ്കാളികളെ. പലരെയും ഈ ദുനിയാവിൽ നിങ്ങൾ വിളിച്ചിരുന്നു, അവരെ നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കൂ, നിങ്ങൾ സഹായിക്കാൻ വരുമ്പോൾ നോക്കാമല്ലോ. ഫദഅഉഹും, അപ്പോൾ അവരൊന്ന് വിളിച്ചു നോക്കും. ഫലം യസ്തജീബൂ ലഹും, പക്ഷേ ഉത്തരം കിട്ടുകയില്ല. ഇത് അല്ലാഹയാണ് പറയുന്നത്.
അപ്പൊ ഉത്തരം കിട്ടുമെന്ന് ആര് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല. നമ്മുടെ പരലോകം സംവിധാനിച്ച, നമ്മെ വിചാരണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വിളിച്ചാൽ കിട്ടുകയില്ല, ഉത്തരം കിട്ടുകയില്ല. വറഔൽ അദാബ്, ഇനി കാണാൻ പോകുന്ന ശിക്ഷയാണ്. വലൗ അന്നഹും കാനൂ യഹ്തദൂൻ, അവർ നേർമാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് നമ്മുടെ തൗഹീദ് നന്നാക്കുക. നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഭാര്യയുടെ നന്നാകണം, നമ്മുടെ മക്കളുടെ നന്നാകണം. അതുകൊണ്ട് ആ തൗഹീദുള്ള മക്കളായി നമ്മുടെ മക്കളും കുടുംബമൊക്കെ മാറണം. അപ്പോഴേ നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത് ഈ ആടുകളെ, അതേപോലെ തന്നെ മൃഗങ്ങള്, കോഴികള്, പിന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഒക്കെ അള്ളാഹു അല്ലാത്ത മറ്റുള്ള പേരിൽ നേർച്ച നേരാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഉള്ളാളത്തേക്കുള്ള ആട്, ഇന്ന ഷെയ്ഖിന്റെ പേരിലുള്ള കോഴി, ഇന്നയാളുടെ പേരിലുള്ള ഇന്നത്. ഇതൊക്കെ എന്താ? നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റു വസ്തുക്കളിൽ അപകടങ്ങളും കേടുകളും വരാതിരിക്കാനും നന്മ നിലനിൽക്കാനും വേണ്ടി ഔലിയാക്കന്മാരുടെ പേരിൽ നേർച്ച നേരുക. ഇത് തൗഹീദിനെതിരാണ്, പാടില്ല. നേർച്ച റബ്ബിനാ ചെയ്യേണ്ടത്, അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും നേർച്ച നേരാൻ പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കൃഷി ചെയ്യും, ഈത്തപ്പഴോ മറ്റു ഗോതമ്പോ ബാർലിയോ ഏത് കൃഷി ചെയ്താലും ഒരു ഭാഗം ചെയ്യും, ഇത് ഇന്ന ഇബ്രാഹിം നബിന്റെ പേരിൽ, ഇത് ലാത്തയുടെ പേരിൽ, ഇത് മനാത്തയുടെ പേരിൽ, ശേഖന്മാര് മരിച്ചുപോയ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും പേരിൽ അവർ നേർച്ച നേരാറുണ്ട്. അല്ലാഹു തആല പറയാണ് സൂറത്തുൻ നഹ്ലിന്റെ 56-ാമത്തെ ആയത്ത്, വയജ്അലൂന ലിമാ ലാ യഅലമൂന നസീബൻ മിമ്മാ റസഖ്നാഹും, നമ്മൾ നൽകിയതിലും ഒരു ഭാഗം അവർ വേറെ ചിലർക്ക് വേണ്ടി നിശ്ചയിച്ചു വെക്കുകയാണ്. തല്ലാഹി, അല്ലാഹുവാണ് സത്യം. അല്ലാഹ് പറയാണ്, അല്ലാഹയാണ് സത്യം. ലതുസ്അലുന്ന അമ്മാ കുൻതും തഫ്തറൂൻ, നിങ്ങൾ ഈ കെട്ടിച്ചമച്ച് പറയുന്നതൊക്കെ അല്ലാഹു തആല നിങ്ങളോട് നാളെ ചോദ്യം ചെയ്യും. ഇതൊക്കെ കളവുകളാ. ഇന്നയാളുടെ പേരിൽ നേർച്ചയാക്കിയാൽ ഇന്ന ഗുണം കിട്ടും, ഇന്നയാളുടെ പേരിൽ നേർച്ചയാക്കിയാൽ മൃഗങ്ങൾക്ക് അപകടം വരൂല, മൃഗങ്ങൾക്ക് ദോഷം വരൂല, രോഗം വരില്ല എന്നൊക്കെ പല വിശ്വാസങ്ങളും നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നുണ്ടല്ലോ. അതെല്ലാം നിങ്ങൾക്ക് നാളെ പരലോകത്ത് ബോധ്യപ്പെടും. അള്ളാഹിന്റെ ചോദ്യമുണ്ട്, അവരുടെ നേർച്ചയെ കുറിച്ച് പോലും ചോദ്യമുണ്ട്. ജാഹിലിയത്തിലെ ഒരു സ്വഭാവം അല്ലാഹു തആല സൂറത്തു അൻആമിന്റെ 136-ാമത്തെ ആയത്തിൽ പറയാണ്, വജഅലൂ ലില്ലാഹി, അല്ലാഹ്ക്ക് അവർ നിശ്ചയിക്കും, മിമ്മാ ദറാ മിനൽ ഹർഫ്, കൃഷിയായിട്ട് ഉണ്ടായിൽ നിന്ന് ഒരു ഭാഗം അല്ലാഹ്ക്ക് മാറ്റിവെക്കും. ഇത് അല്ലാഹുവിന്റെ പേരിലാണ്. മുശ്രിക്കുകൾ അല്ലാഹുവിന്റെ പേരിൽ ചെയ്തിരുന്നു, അല്ലാഹ്ക്ക് കൊടുത്തിരുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് കൊടുത്തിരുന്നു. അത് അവരെ പ്രശ്നം. അല്ലാഹ്ക്ക് മാത്രമേ കൊടുക്കാവൂ, അല്ലാഹുവിന്റെ പേരിൽ മാത്രമേ ചെയ്യാവൂ. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോ എന്താ അവരുടെ തെറ്റ്? വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബാ, കന്നുകാലികള്, കൃഷികള്, ഇതിലൊക്കെ ഒരു ഭാഗം അല്ലാഹുവിന്റെ പേരിൽ. ഫഖാലൂ ഹാദാ ലില്ലാഹി ബിസഅമിഹിം, എന്നിട്ട് പറയും ഇത് അള്ളാഹ്ക്കുള്ളതാണ്. വഹാദാ ലിശുറകാഇന, കുറച്ചു ഭാഗം അള്ളാഹ്ക്ക് വേറെ പങ്കാളികളുണ്ട്. അതായത് ആരാ? അള്ളാഹു അല്ലാത്ത മറ്റുള്ള അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും. അവരെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത, ഉസ്സ, മനാത്ത, അങ്ങനെയുള്ള ആളുകൾ, അവരുടെ പേരിൽ അവർ നേർച്ചയാക്കിയത് മാറ്റിവെക്കും. എന്നിട്ടോ വമാ കാന ലിശുറകാഇഹിം ഫലാ യസ്ലു ഇലല്ലാഹ് വമാ കാന ലില്ലാഹി ഫഹുവ യസ്ലു ഇലാ ശുറകാഇഹിം, അള്ളാഹ്ക്ക് നേർച്ചയാക്കി മാറ്റിവെച്ചതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ട് വല്ലതും തകര് എന്തെങ്കിലും ചെയ്താൽ ഈ ശൈഖന്മാരുടെ പേരിൽ നേർച്ചയാക്കിയതിൽ നിന്ന് എടുത്തിട്ട് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കൂല. എന്നാൽ ശൈഖന്മാർക്ക് വേണ്ടി നേർച്ചയാക്കിയത് നശിച്ചുപോയാലോ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ചേർക്കും ചെയ്യും. അത് അവർ ചെയ്തിരുന്ന മറ്റൊരു തെറ്റാണ്. രണ്ട് തെറ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച നേർന്നു. രണ്ടാമത്തെ തെറ്റെന്താണ്? അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർന്ന നേർച്ചകൾക്ക് വല്ല തകർച്ചയും സംഭവിച്ചാൽ അള്ളാഹ്ക്ക് വേണ്ടി നേർന്നു വെച്ച നേർച്ചയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി ആ പകരം അവിടെ വീട്ടും ചെയ്യും. ഈ ഒരു തെറ്റ് കൂടി അവർ ചെയ്തിരുന്നു. അള്ളാഹ് പറയാണ്, ഇവർ ചെയ്യുന്ന, ഇവർ എടുക്കുന്ന തീരുമാനം എത്രമാത്രം മോശമായ തീരുമാനമാണ്, എത്രമാത്രം ചീത്ത വിധിയാണ് ഇവർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, ആ റബ്ബിൽ നിന്ന് ഇങ്ങോട്ട്, അങ്ങനെയല്ലാതെ റബ്ബല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്കും നമ്മുടെ ആരാധനകളുടെ ഒരു വശങ്ങളും പോകാൻ പാടില്ല. കാരണം ഇത് പരലോകത്തുള്ള ഒന്നാമത്തെ ചോദ്യമായി വിശ്വാസരംഗത്ത് വരുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഇഹലോകത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്. രാവിലെ മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് സൽക്കർമ്മങ്ങളുമുണ്ട്, ദുഷ്കർമ്മങ്ങളുമുണ്ട്. കണ്ടത്, കേട്ടത്, സംസാരിച്ചത്, സമ്പാദിച്ചത്, നമ്മൾ ചെയ്തത്, അങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല ചോദ്യം ചെയ്യും. റബ്ബ് ചോദ്യം ചെയ്യാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ഒരു തിന്മ ചെയ്യുമ്പോൾ, ഒരു തിന്മ കാണുമ്പോൾ, ഒരു തിന്മ പറയുമ്പോൾ
നമ്മൾ ഒരിക്കലും അത് നിസ്സാരമായി കാണരുത്. നാളെ റബ്ബിന് ചോദ്യമുണ്ട്. സൂറത്തുൽ ഹിജ്റിലെ 92, 93 ആയത്തുകൾ. അല്ലാഹ് പറയാണ്, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഈ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് സത്യം ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. അള്ളാഹു തന്നെ സത്യം ചെയ്യാൻ തന്റെ പേരില് നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലനസ്അലന്നഹും അജ്മഈൻ, അവരോടെല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും. എന്ത് ചോദിക്കും? അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്നൊന്ന് ആലോചിക്കുക. ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ നമ്മൾ ചെയ്ത നന്മകൾ, നമ്മൾ ചെയ്ത തിന്മകൾ, ആരും കാണാതെ നമ്മൾ ഒളികണ്ടിട്ട് നോക്കിയത് അല്ലെ, നമ്മൾ പറഞ്ഞ ഗീബത്തുകൾ, നമ്മൾ പറഞ്ഞ പരദൂഷണങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച എല്ലാം ചോദിക്കും. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ഹദീസ് ഉണ്ട്, ഇമാം തിർമിദിയുടെ 2417 ഹദീസ്. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. 4-5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ഉണ്ട്. ആ ചോദ്യം ചോദിച്ച് അതിന്റെ മറുപടി കൃത്യമായി കൊടുക്കുന്നത് വരെ മുന്നോട്ട് കാല് വെക്കാൻ പറ്റൂല അല്ലാഹുവിന്റെ കോടതിയിൽ. എന്ത് മുന്നോട്ട് കാല് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എന്നും നിൽക്കാനാണോ? അല്ല, അവിടെ നിന്ന് പിടിച്ച് നരകത്തിലേക്ക് എറിയുന്ന. വെച്ച കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കൂല എന്നിങ്ങനെ വാതുകളിലൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് കേട്ട് 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 തരിപ്പായി മാറിയിട്ടുണ്ട്. നമുക്കിത് വിഷയമല്ല. എന്തൊക്കെ ചോദ്യങ്ങള്? അവന്റെ ആയുസ്സിനെ കുറിച്ച് അവൻ എന്ത് ചിലവഴിച്ചു? അള്ളാഹ് തന്നതാണ് നമ്മുടെ ഈ ആയുസ് അല്ലെ. 50 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, 40 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, 60 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഭാഗം അള്ളാഹ്ക്ക് വേണ്ടി, എത്ര ഭാഗം അള്ളാഹിന്റെ ഖുർആനിന് വേണ്ടി, എത്ര ഭാഗം അള്ളാഹിന്റെ ദീനിന് വേണ്ടി, എത്ര ഭാഗം ഇബാദത്തിന് വേണ്ടി ആലോചിക്കും നമ്മൾ. ഞാനും നിങ്ങളും ആലോചിക്കണം. ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ആയുസ് നഷ്ടപ്പെടുമ്പോൾ ചോദ്യമുണ്ട് റബ്ബിന്റെ എന്നുള്ള ബോധ്യം നമുക്ക് വേണം. 2, അറിവിനെ കുറിച്ച് ചോദ്യമുണ്ട്. എന്ത് പ്രവർത്തിച്ചു? എത്ര ഖുതുബകളാ കേട്ടത്? എത്ര ഖുതുബകളാ ഞാൻ പറഞ്ഞത്? എത്ര ഖത്തീബുമാരാ പ്രസംഗിച്ചത്? കണ്ടാലോടും ചോദ്യമുണ്ട്, കേട്ടവരോടും പറഞ്ഞവരോടും ചോദ്യമുണ്ട്. അതൊക്കെ ഇൽമുകളാ. ഇൽമു എന്ന് പറഞ്ഞാൽ അറബിക്കുള്ള ഇപ്പോഴും പഠിച്ച് അവിടുന്ന് 5 കൊല്ലം അവിടെ ഇരുന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്ന ആള് എന്ന അർത്ഥത്തിലൊന്നല്ല. ഈ അറിവ് നമ്മൾ ഖുർആനും ഹദീസും എവിടെ നിന്ന് കേട്ടാലും ഇൽമ. അത് ഖുതുബയിലൂടെയാകാം, വായനയിലൂടെയാകാം, മറ്റു ക്ലാസ്സുകളിലൂടെയാകാം. എന്തെല്ലാം ഇൽമുകൾ നമുക്കുണ്ട് അല്ലെ. ഇന്നത് ചെയ്യരുത്, ഇന്നത് പറയരുത്, ഇങ്ങനെ ആകരുത്, ഇങ്ങനെ ആകണം, എന്തെല്ലാം അറിവുകൾ. അള്ളാഹുവിന്റെ ചോദ്യം, ആ അറിവനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചു? 2ാമത്തെ ചോദ്യം അതാണ്. 3ാമത്തെ ചോദ്യം അവന്റെ പണത്തെ കുറിച്ചാണ്. എവിടെ നിന്ന് സമ്പാദിച്ചു? എവിടെ ചെലവഴിച്ചു? ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചോദ്യം ഉണ്ടല്ലോ. കയ്യിൽ ഒരു വലിയ വീടുണ്ടാക്കി, എവിടുന്ന പൈസ? അല്ലെ, ബാങ്കിൽ അക്കൗണ്ടും കാര്യങ്ങളൊന്നും കാണാനില്ല. കയ്യിൽ പൈസ ഉണ്ട്, വീടുണ്ടാക്കിയിട്ടുണ്ട്, അന്വേഷണം വരൂലേ? വലിയൊരു വാഹനം അവന്റെ കയ്യിലുണ്ട്, അന്വേഷണം വരൂലേ? എവിടെ നിന്ന് വന്നു, എവിടേക്ക് പണം പോണു? അത് ഇവിടുത്തെ വ്യവസ്ഥയാണ്. അല്ലാഹു തആലയുടെ ചോദ്യമുണ്ട്. എന്ത് നയാ പൈസ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ? ചോദ്യമുണ്ട്. അതുകൊണ്ട് ധൂർത്തുകൾ അരുത്, അതാ പഠിക്കേണ്ടത്. പൊങ്ങച്ചത്തിന് വേണ്ടി പലതും കാട്ടിക്കൂട്ടുക അരുത്. ഇത്ര വലിയ പണക്കാരൻ ഞാനായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ആളുകൾ പറയൂലേ, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കൂലേ? നമുക്കത് വിഷയമല്ല. അള്ളാന്റെ ചോദ്യമുണ്ട്. ഞാൻ അവിടെ എന്ത് മറുപടി പറയും? അതാലോചിക്കേണ്ടത്. അപ്പൊ എവിടെ നിന്ന് ചെലവഴിച്ചു, എങ്ങനെ സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? അള്ളാന്റെ ചോദ്യമാണ്. അടുത്തത് ശരീരത്തെ കുറിച്ച്. നമ്മുടെ ശരീരം, നമ്മുടെ കൈ, നമ്മുടെ കാലിന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അള്ളാഹ് തന്നതാണ്, അള്ളാഹുവിൻ്റെതാണത്, നമ്മൾ മുഴുവൻ അള്ളാഹുവിൻ്റെതാ. അതിനെ നീ എന്തിൽ നശിപ്പിച്ചു കളഞ്ഞു അല്ലെ? ഉറക്കം മുളച്ചും പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയും നീ എന്തൊക്കെ ചെയ്തു എന്നുള്ള കൃത്യമായ ചോദ്യം ഈ ശരീരത്തെക്കുറിച്ച് നാളെ റബ്ബിൻ്റെതായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ചോദ്യങ്ങൾക്കാർക്കും ഒന്നിനും മറുപടി പറയാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് വെച്ച കാലം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എന്നോടുള്ള ചോദ്യങ്ങൾക്ക് ഒരുങ്ങേണ്ടത് ഞാനാ.
നിങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ഒരുങ്ങേണ്ടത് നിങ്ങളാണ്. അവിടെ സമ്പത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. സമ്പത്ത് അനുഗ്രഹമാണ്, എന്നാൽ ഓരോന്നിനും നമ്മൾ കൃത്യമായി മറുപടി കൊടുക്കേണ്ടി വരും. ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് ഉണ്ടാകുക, അതിൽ തൃപ്തിപ്പെടുക, അതാ ഏറ്റവും നല്ലത്. കാരണം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ചോദ്യം. സഹാബികൾ പറയുന്നുണ്ട്, 2 ദിർഹമുള്ളവന് 1 ദിർഹമുള്ളവനേക്കാൾ കൂടുതൽ ചോദ്യമുണ്ട്, അവന് കൂടുതൽ പ്രയാസം ഉണ്ടാകും. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ 3 നഫരിൻ ഇലാ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് 3 ആളുകൾ വന്നു. മറ്റൊരു സഹാബി പറയാം, അതായത് ഇദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ല ഇബ്നു അംർ എന്ന് പറഞ്ഞാൽ അംർ ഇബ്നുൽ ആസിന്റെ മകൻ അബ്ദുല്ല. അദ്ദേഹം പറയാ, എന്റെ വാപ്പാന്റെ അടുക്കലേക്ക് 3 ആളുകൾ വന്നു, ഞാൻ വാപ്പാന്റെ അടുക്കലുണ്ട്. വന അൻദഹു. അവർ ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്ന പേരാണ് അബൂ മുഹമ്മദ്. അല്ലയോ അബാ മുഹമ്മദ്, ഇന്നാ വല്ലാഹി മാ നഖ്ദിറു അലാ ഷൈഇൻ. ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവരാണ്. ലാ നഫഖത്തിൻ, ചെലവിന് വകുപ്പില്ല. വലാ ദാബത്തിൻ, ഞങ്ങൾക്ക് വാഹനങ്ങളായിട്ട് മൃഗങ്ങളില്ല. വലാ മതാ, ഭൗതിക ജീവിത വിഭവങ്ങളും ഇല്ല. അദ്ദേഹം അന്ന് അവിടെ ഗവർണറായിരുന്നു. ആ നിലക്ക് നാട്ടിലെ ആളുകൾ പ്രയാസം പറഞ്ഞിട്ട് അമീറിന്റെ അടുക്കലേക്ക് വരികയാണ്. ഫഖാല ലഹും, അപ്പോൾ അദ്ദേഹം ഈ വന്ന ആളുകളോട് പറയാണ്, മാ ശിഅ്തും, നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് ഞാൻ തരാം. ഇൻ ശിഅ്തും റജഅതും ഇലൈനാ ഫഅതൈനാകും മാ യസറല്ലാഹു ലക്കും. നിങ്ങൾ അത്യാവശ്യമാണ്, അങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പോയിട്ട് പിന്നൊന്ന് വരും, ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാം. അല്ല, വൈശിരുത്തും ദക്കർന അമ്രക്കും ലി സുൽത്താൻ, വേണമെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ ഭരണാധികാരിയോട് പറയാം. വൈശിരുത്തും സബർത്തും, ഇനി അല്ല നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അങ്ങനെയും ചെയ്യാം. 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, എന്നെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ പിന്നൊരു ദിവസം വരികയാണെങ്കിൽ ഞാൻ തരാം. അല്ല, ഞാൻ നേരിട്ട് ഭരണാധികാരിയോട് കാര്യം പറയാം. അതല്ല ക്ഷമിക്കുകയാണോ അതും നിങ്ങൾക്ക് പറ്റും. 3 കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ഇത് പറയാനുള്ള കാരണം ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഫുഖറാഅൽ മുഹാജിരീന, മുഹാജിറുകളിലെ ദരിദ്രന്മാർ, മുഹാജിറുകളിലെ പാവപ്പെട്ടവർ, യസ്ബിഖൂനൽ അഗ്നിയാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പണക്കാരെക്കാൾ മുമ്പേ എത്തും, ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്, 40 ഖരീഫ, 40 വർഷം മുമ്പ്. ആ വർഷം നമ്മൾ ഇവിടെ കണക്കാക്കുന്നതൊന്നുമല്ല, അത് അള്ളാന്റെ കണക്കുള്ള കണക്കാണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. സമ്പന്നരെക്കാൾ മുമ്പേ 40 കൊല്ലം മുമ്പേ ദരിദ്രന്മാർ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. എന്താ കാരണം? അവർക്ക് അവിടെ വേറെ ചില ഹദീസുകൾ കാണാം, അവർ തടയപ്പെടും. ഒരു ചോദ്യമുണ്ട്, ഓരോന്നും എവിടെ നിന്നുണ്ടാക്കി അല്ലേ? ഇനി നമ്മൾ നമ്മുടെ വഴികളൊക്കെ ഒന്ന് ആലോചിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കാലഘട്ടം വരും, പലിശ എന്ന പേര് മാറ്റിയിട്ട് ആളുകൾ സമ്പാദിക്കുന്ന കാലം. പേര് പലിശ എന്നല്ല, റിബ എന്ന് പറയൂല, അതിന് വേറെ ചില പേരൊക്കെ ഇടും. ബെനിഫിറ്റ് എന്ന് പേരിടും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, പിന്നെ പ്രോഫിറ്റ് എന്ന് പേരിടും. പല പേരിട്ടിട്ടും വരുന്നതെന്താണ്? പലിശകളാണ്. നമ്മൾ റബ്ബിന്റെ ചോദ്യം നമ്മോടുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി സമ്പാദിക്കുക. പലിശ വഴിയിലൂടെ, കൈക്കൂലികളിലൂടെ, കളവ് പറഞ്ഞുകൊണ്ട്, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, തട്ടിപ്പ്, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാളെ പിടിക്കപ്പെടും. അതിനൊക്കെ മറുപടി കൊടുത്തിട്ടേ സ്വർഗത്തേക്ക് എത്താൻ കഴിയുള്ളൂ, സ്വർഗത്തിലേക്കുള്ളത് ആളാണെങ്കിൽ. അപ്പൊ നോക്കി, നിങ്ങൾ 40 കൊല്ലം മുമ്പ് ദരിദ്രന്മാർ എത്തിച്ചേരുമെങ്കിൽ പണക്കാരവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് കണക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഈ വന്ന 3 ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വഹാബി പറഞ്ഞപ്പോ ആ വന്ന ആളുകൾ പറയാണ്, ഫൈനാ നസ്ബിർ, എന്നാൽ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ക്ഷമിച്ചു കൊള്ളാം. ഞങ്ങൾ ഒന്നും ചോദിക്കാൻ വരുന്നില്ല. അത് അവരുടെ ഈമാന്റെ ഭാഗമാണ്. നമുക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സമ്പാദിക്കണ്ടെന്നോ പണം ഉണ്ടാക്കണ്ട എന്നൊന്നും അല്ല. ഒരു അടിമയ്ക്ക് എത്ര ഉണ്ടാകുന്നോ അത്രത്തോളം അല്ലാഹ്ക്ക് അത് ഇഷ്ടമാണ്. ആ അടിമക്കുള്ള അനുഗ്രഹത്തെ ഉപയോഗിക്കുന്നത് പോലും അല്ലാഹ്ക്ക് ഇഷ്ടമാണെന്നാണ്. സമ്പത്തുള്ളവൻ ഉള്ളതുപോലെ വസ്ത്രം ധരിക്കാം, സമ്പത്തുള്ളവൻ ഉള്ളതുപോലെ ഭക്ഷണം കഴിക്കാൻ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് ചെയ്യേണ്ട ചില സംഗതികളുണ്ട്, അത് ചെലവഴിക്കേണ്ട ചില വഴികളുണ്ട്. ആ ചെയ്യേണ്ടത് ചെയ്യണം, ചെലവഴിക്കേണ്ട വഴികൾ അത് എത്തിക്കുകയും വേണം. പിന്നെ അത് വരുന്ന വഴിയോ അത് കൃത്യവും ശുദ്ധവുമായിരിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നാളെ പരലോകത്തെ നേരിടാനുണ്ട്. അത് നമ്മൾ പഠിച്ചുകൊണ്ട് വേണം നാളെ പരലോകത്തേക്ക് പോകാൻ, എങ്കിലേ ഒരുങ്ങാൻ സാധിക്കുകയുള്ളൂ. തുടർന്നുള്ള ഖുതുബയിൽ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله സഹോദരന്മാരെ സഹോദരികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളിൽ സ്വാലിഹീങ്ങളായ അവൻ്റെ ദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ പരലോകത്തേക്കുള്ള വെളിച്ചമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാനതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനല്ല, പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഖുർആൻ. അതുമായുള്ള നമ്മുടെ ബന്ധം ശക്തമാകണം. ആ ഖുർആനിനോടുള്ള ബന്ധം എന്ന് നമ്മിൽ നിന്ന് അകന്നു പോകുന്നുവോ നമ്മൾ നശിച്ചു പോകും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ലോകം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ശിർക്കിൻ്റെ ഇരുട്ട്, കുഫറിൻ്റെ ഇരുട്ട്, തോന്നിവാസങ്ങളുടെ ഇരുട്ട്, അധർമ്മങ്ങളുടെ ഇരുട്ട്, അന്യായങ്ങൾ, അക്രമങ്ങൾ, തെറ്റുകൾ, ഒരുപാട് ഇതൊക്കെ ഇരുട്ടുകളാണ് അള്ളാഹിൻ്റെ ഭാഷയിൽ. ആ ഇരുട്ടിൽ നമ്മൾ തപ്പിത്തടഞ്ഞ് നീങ്ങുമ്പോൾ രക്ഷപ്പെടാനുള്ള ഏക ടോർച്ച് വെളിച്ചം ഖുർആൻ നൂറാണ്. ഖുർആൻ ഹുദ സന്മാർഗമാണ്. ഖുർആൻ ഷിഫ ശമനമാണ്. ഖുർആനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല തന്നെ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഖുർആൻ നമ്മുടെ വീട്ടിൽ ഒരു അറബി ഭാഷയിൽ നമ്മുടെ വീട്ടിൽ അരമാറയിൽ ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്കത് കിട്ടൂല. ചില ഖുർആനൊക്കെ കൊല്ലങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ളതാ, എന്നാലും അത് എടുത്തു നോക്കിയ പുതിയ ഖുർആൻ പോലെ ഉണ്ടാവും. കാരണം തൊട്ട് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഷോക്കേസിൽ ഒരു ഷോക്ക് വേണ്ടി വെച്ചത് കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. ഖുർആൻ ബറക്കത്താണ്, മുബാറക്കാണ്. അത് ജീവിതത്തിൽ നമുക്ക് ബർക്കത്ത് നൽകും. പക്ഷെ എപ്പോഴാണെന്നറിയോ, ആ ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധമുണ്ടാവും. ആ ബന്ധം പല രൂപത്തിലാണ്. ഒന്ന് ഖുർആൻ പാരായണം. അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്യണം, തുടർന്ന് പോകണം. അതില്ലാത്തവരാണോ നമ്മൾ വിലയിരുത്തി ഒന്ന് സ്വയം വിലയിരുത്തുക. നമ്മൾ വാട്സപ്പിൻ്റെ മുമ്പിലും ഫേസ്ബുക്കിലും അതേപോലെ മറ്റുള്ള ചാറ്റിങ്ങിനും പത്രങ്ങളും മറ്റു ന്യൂസും മാധ്യമങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എത്ര സമയം അള്ളാഹിൻ്റെ കലാമിൻ്റെ മുമ്പിൽ എത്ര സമയം? അള്ളാഹു നമ്മോട് സംസാരിക്കുക. അല്ല, ഖുർആൻ കലാമുള്ളതാണല്ലോ. ആ കലാം നമ്മൾ കേൾക്കുന്ന പോലെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒന്ന് അതിൻ്റെ പാരായണം, രണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള പഠനം. കാരണം ഖുർആനിൽ എന്തുണ്ട്? ഇപ്പം നമ്മൾ തുബയിലൊക്കെ കേട്ടില്ലേ, വിശദമായിട്ട് പറയുന്നില്ല, ആയത്തുകളും നമ്മളിങ്ങനെ വായിച്ചു പോവുകയാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്രയും വ്യക്തമാക്കി എന്താണ് പരലോകം, എങ്ങനെയാ പരലോകം, എന്താ അവിടുത്തെ ചോദ്യത്തിന് അവസ്ഥ, എന്തൊക്കെ റബ്ബ് ചോദിക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് കൃത്യമായി നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തരുന്ന ഗ്രന്ഥം. മുഫസ്സൽ, വിശദീകരിക്കപ്പെട്ട, സ്ഫുടമാക്കപ്പെട്ട വചനങ്ങൾ, മുഹ്കം, സുദൃഢമായ വചനങ്ങൾ, ബാത്തിൽ കടന്നുകൂടാത്ത ഗ്രന്ഥം. പിന്നെ അങ്ങനത്തെ ഒരു ഗ്രന്ഥം ലോകത്തില്ല. ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതായിരിക്കണം എന്നറിയോ? ഖുർആൻ എടുക്കുന്ന ദിവസം, ഖുർആൻ എടുക്കുന്ന സമയം, അത് ഓതുന്ന സമയം, അതിനർത്ഥം അറിയുന്ന സമയം, ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ സമയം. കാരണം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാ? ഖുർആൻ പഠിച്ചവൻ, ഖുർആൻ പഠിപ്പിച്ചവൻ. ഈ രണ്ടിൽ ഒന്നായിരിക്കണം നമ്മൾ. ഒന്നുകിൽ പഠിക്കുന്നവരാകണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇൽമുണ്ടാവും. കുറെ പഠിച്ചാലോ കഴിയുന്നിടത്തോളം പഠിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാം പഠിച്ചിട്ട് ഒരു പഠിപ്പിക്കാൻ പോകലില്ല. അറിഞ്ഞുകൊണ്ടിരിക്കുന്നോളം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നുകിൽ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാകണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങൾ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഖുർആനുമായി നമ്മുടെ ആ ബന്ധം ശക്തമാക്കാൻ അതിനുള്ള ഒരുപാട് നമ്മുടെ മാർഗങ്ങളുണ്ട്. നമ്മുടെ ഖുതുബ അതിനൊരു ഭാഗമാണ്. ഖുർആൻ ഓതിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇതാ ഖുർആൻ പ്രത്യേകമായി പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പള്ളികളിൽ ഉണ്ടാകാറുണ്ട്. ഈ പള്ളിയിലും നമ്മൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഖുർആൻ പഠന ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ റമദാന് ശേഷം ചില പ്രത്യേകമായ സാഹചര്യങ്ങളാലും കാരണങ്ങളാലും നടന്നു വന്നിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ മഗ്‌രിബിന് ശേഷം നമ്മുടെ ആ ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും വരണം. അതിനെന്നറിയോ, അത് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്താ, നമ്മുടെ കുടുംബത്തിലെ ബർക്കത്താ, നമ്മുടെ ജോലിയിലെ ബർക്കത്താ. ഒരു മണിക്കൂർ അള്ളാഹിന്റെ കലാം പഠിക്കാൻ അള്ളാഹിന്റെ പള്ളിയിൽ ഇരുന്നാൽ അത് മതി ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഖൈറിനും.
അല്ലെ? വീട്ടിൽ തല്ല് കണക്കാണ്, ഭാര്യയും ഭർത്താവും, ഉമ്മയും വാപ്പിയും, മക്കള്, ജ്യേഷ്ഠന്മാരും അനുജന്മാരും. ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായ കാരണം എന്താ? ദീനിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അത് മുസ്ലിം ആ സമൂഹത്തിന്റെ ഖുർആനിൽ നിന്നുള്ള അകൽച്ചയാണ്. എല്ലാവരും ഖുർആൻ പഠിക്കുന്നവരും ഖുർആൻ കേൾക്കുന്നവരും ഖുർആൻ വായിക്കുന്നവരും അർത്ഥമറിയുന്നവരും മനസ്സിലാക്കുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ പിന്നെ അടിപിടിക്ക് സ്ഥാനമല്ല, അടിപിടിക്ക് സമയം ഉണ്ടാവില്ല. ഒരു ടെൻഷൻ വരുമ്പോൾ എന്താ വേണ്ടെന്ന് അറിയോ? ഖുർആൻ കുറച്ച് നേരം ആലാബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ടെൻഷൻ വരുമ്പോൾ വേറെ എവിടെയും പൊന്തയിലോ കാട്ടിലോ അല്ലെങ്കിൽ തീർത്തോ പോയിരിക്കാനല്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്, പോകാൻ അതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ ഏറ്റവും വലിയ സമാധാനം തരുന്നത് വിശുദ്ധ ഖുർആനാണ്. അത് നമ്മൾ കണ്ടെത്തണം, ഖുർആനിലൂടെ ആസ്വദിക്കണം. അല്ലെ? തിന്നുമ്പോൾ ഒരു ആസ്വാദനം ഉണ്ടല്ലോ, പക്ഷെ യാത്രയിലൊരു ആസ്വാദനം ഉണ്ട്. ആസ്വദിച്ച് യാത്ര ചെയ്യുക, ആസ്വദിച്ച് തിന്നുക, അത് ആസ്വദിച്ച് ഓതുക. അതിന് നമ്മളെങ്ങനെ ആയത്ത് ഓതുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലേക്ക് തന്നെ വരണം. അത് നമുക്ക് വഹിയായിട്ട് കിട്ടൂല, പഠിക്കന്നെ വേണം. റബ്ബിനോട് നാളെ പറയാനോ, റബ്ബെ ആഴ്ചയിൽ ഒരു ദിവസം നിന്റെ ഖുർആൻ പഠിക്കാൻ നിന്റെ പള്ളിയിൽ ഞാൻ ഒരുമിച്ചുകൂടി. നമ്മൾ ഇപ്പോ വേൾഡ് കപ്പ് നടക്കുന്ന സമയം എത്ര സമയം നമ്മൾ ഇരിക്കുന്നുണ്ട്? രാത്രി 3 മണിക്ക് 3:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുന്നുണ്ട് അല്ലേ? സാധാരണ സുബൈക്കൊന്നും എണീക്കാതെ 7 മണിക്ക് മാത്രം കിടപ്പറയിൽ നിന്ന് ഉണരുന്ന പല മക്കളും ഇന്ന് 5 മണി മുതൽ 9 മണി വരെ ടിവിന്റെ മുമ്പിലുണ്ട്. എന്തേ? അത് അവരുടെ താല്പര്യമാണ്. ആ താല്പര്യത്തെക്കാൾ വലിയ താല്പര്യമല്ലേ റബ്ബിന്റെ കോടതിയിലേക്ക് നമുക്ക് ഉണ്ടാകേണ്ടത്? വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക, പരലോകം ഓർക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുക. അതിലൂടെ നന്മ മാത്രമേ ഉള്ളൂ. അള്ളാഹുവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന കയറാണ് ഖുർആൻ. നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോകാതെ നമ്മെ പിടിച്ചു കിട്ടുന്ന കയറാണ് ഖുർആൻ. സിറാത്തുൽ മുസ്തഖീം വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മനസ്സിനും ശരീരത്തിനും എല്ലാം സുഖവും സൗഖ്യവും ശിഫയും നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനുമായി ബന്ധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹ് പറഞ്ഞെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ സ്വന്തക്കാർ, അള്ളാഹു താല എൻ്റെ ആളുകൾ, എൻ്റെ സ്വന്തക്കാർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ വിഭാഗം ആളുകൾ ആരാന്നറിയോ? ഖുർആനുമായി ബന്ധപ്പെടുന്നവരാ. അഹിലുല്ലാ, അള്ളാന്റെ പാർട്ടിയിലാണ്. നമ്മൾ ശൈത്താന്റെ പാർട്ടി ആകണ്ട, മറ്റുള്ളവന്റെ പാർട്ടി ആകണ്ട, അള്ളാന്റെ പാർട്ടിയാകാ. ലോകത്ത് ഇതിനേക്കാൾ വലിയ സന്തോഷമുള്ള കാര്യം എന്താ? അവരാരാ? അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളുന്ന. ഖുർആൻ ഓതലും പഠിക്കലും മനസ്സിലാക്കലും ഒക്കെ അതിൽ പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയങ്ങളും സന്ദർഭങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എപ്പോൾ മരണം പറയാൻ കഴിയില്ല. പല ഖുതുബയിൽ നമ്മൾ കേട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ആയുസ്സിന്റെ ഓരോ നിമിഷങ്ങളും അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ അന്ന് തൃപ്തിപ്പെടുന്ന വഴിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ മാസം ഇവിടുത്തെ ഹജ്ജിൽ നമ്മൾ ബലി കർമ്മം നിർവഹിച്ചു. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ. അതിൽ കൃത്യമായ കണക്കുകൾ പുറത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പരിശോധിക്കുക. കാരണം അബദ്ധങ്ങൾ നമുക്ക് ആർക്കും വരാൻ പാടില്ല. അതിനു വേണ്ടിയാണ്. മാത്രമല്ല കാര്യങ്ങൾ ഉറപ്പുവരാൻ വേണ്ടിയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ തയ്യിബ് തറാഹും വജ്അലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله عليه وسلم.